നമ്മുടെ ഫസ്റ്റ് ചെന്നൈയിൽ കാല് കുത്തിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ചെന്നൈ. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ചെന്നൈയിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ ലേഡീസ് പോലീസ് കേട്ടോ പറഞ്ഞത് ഇന്ന സ്ഥലത്തോട്ട് പോയാൽ മതിയെന്ന്. അങ്ങനെ നമുക്കൊരു ഓട്ടോ കിട്ടി കേട്ടോ. ഓട്ടോക്കാരനാണെങ്കിൽ നല്ല കമ്പനി കേട്ടോ, നമുക്കെല്ലാം കാണിച്ച് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമ്മൾ പോയിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സ്ഥലങ്ങളും മറന്നു പോയിട്ടോ. ഇതിപ്പോൾ ചെന്നൈയിൽ നിന്ന് എഴുതിയത് നമ്മുടെ മറീന ബീച്ചിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബീച്ചിൻ്റെ സൈഡിലായിട്ട് എഴുതിയത് കൊണ്ട് തന്നെ പുള്ളി അവിടെ നിർത്തി തന്നു കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും നിർത്തണമെന്ന് ചോദിച്ചു, പക്ഷേ എനിക്ക് എല്ലായിടത്തും നിർത്തണ്ടായിരുന്നു. മീൻസ് നമുക്ക് ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ റൂം കിട്ടുമോ എന്നുള്ള പേടിയായിരുന്നു കേട്ടോ. ഓൾറെഡി എല്ലായിടത്തും ബുക്കിംഗ് ആയിരുന്നു കേട്ടോ ആ സമയത്ത്. സിറ്റിയും റോഡും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഈ റോഡ് പണി നടക്കുന്നില്ല, ഇവർക്ക് വെറും 300 രൂപ വെച്ചിട്ടാട്ടോ ഒരു ദിവസം കൊടുക്കുന്നത്. എനിക്കത് ഭയങ്കര കഷ്ടമായിട്ട് തോന്നി കേട്ടോ. ഞങ്ങളുടെ റൂം അത്യാവശ്യം കൊള്ളാത്തത് കൊണ്ട് തന്നെ ഞാൻ റൂമിൻ്റെ വീഡിയോ എടുത്തില്ല ഗൈസ്. ഞങ്ങൾ 2000 രൂപയുടെ റൂമാണ് ബുക്ക് ചെയ്തെങ്കിലും പക്ഷേ ഒരു വാശിന് കൊള്ളില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ആ ഒരു ടൈമിന് ഒട്ടും കിട്ടില്ലായിരുന്നു കേട്ടോ. രാവിലെ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടോ. ഈ 2 ഇഡലിക്ക് വന്ന റേറ്റ് നിങ്ങൾ കേൾക്കണം. 4 പേര് കഴിച്ച് വന്നപ്പം വട നമ്മൾ എക്സ്ട്രാ പറഞ്ഞാണെങ്കിലും എല്ലാവർക്കും കൂടെ വന്നത് 1000 രൂപയായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും ഇരട്ടെ, ഇതെന്താ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ ഇഡലിയാണോ എന്ന് വരെ ചിന്തിച്ചു പോയി. ഫുഡ് കഴിച്ച് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതാണ്. ഇവനിപ്പോൾ ഗ്രാഫിക് ഡിസൈൻ്റെ കോഴ്സാണ് എടുക്കുന്നത്. ഇവിടെ ഗ്രാഫിക് ഡിസൈൻ മാത്രമല്ല കേട്ടോ, ഫാഷൻ ഡിസൈനിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ഫോട്ടോഗ്രാഫി അങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് കുറച്ചുണ്ടായിരുന്നു കേട്ടോ നടക്കാനായിട്ട്. അതുകൊണ്ട് നടന്നാണ് പോയപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയിട്ടോ. ഞാനൊക്കെ എന്ത് വന്നാലും ഭയങ്കര ഡിപ്രഷനായിട്ട് എനിക്കിത് വന്നല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും എൻ്റെ അല്ല നമ്മുടെ എല്ലാ ലൈഫിൽ ഇതൊന്നും ഒന്നുമില്ലാന്ന് കാണിക്കുന്ന ഒരു കാഴ്ച കേട്ടോ ഇത്. അവിടെ നമ്മൾ നടന്നു വന്നപ്പോഴാണ് സിറ്റി സെൻട്രൽ മാൾ കണ്ടത്. അങ്ങനെ നമ്മൾ അവിടെ കയറിട്ടോ. ഞങ്ങൾ ഓൾറെഡി സ്യൂട്ട് കേസിൽ അച്ഛൻ്റെ പാൻറ് എടുത്ത് വെച്ചിരുന്നെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ പാൻറ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻറ് പർച്ചേസ് ചെയ്യാൻ വന്നതാണ് ഗൈസ്. മാളിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഇത് മാളാണോ അത് ഉത്സവ കച്ചവടമാണെന്ന് തോന്നിപ്പോട്ടോ. 100 തൊട്ട് സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ. പക്ഷേ ഇത്തരം എന്തായാലും നമ്മുടെ ചെന്നൈയിലും തമിഴ്നാട്ടിലൊക്കെ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ടാണ് ഫസ്റ്റ് വന്നത്. സ്റ്റുഡിയോയിൽ അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. എനിക്ക് ഇവിടുത്തെ കളക്ഷൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. കോട്ട് സെറ്റ് ആണെങ്കിലും ബനിയൻസ് ആണെങ്കിലും ടോപ്സ് ആണെങ്കിലും അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ടോപ്പൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ ഈയിടെയായിട്ട് കൂടുതൽ സ്ലീവ്ലെസ്സിനോടൊരു ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ കയറിയിരിക്കുകയാണ് ഗൈസ്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ അവർ സ്റ്റിൽ പാൻറ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എനിക്കൊന്ന് ഇട്ട് നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചു കേട്ടോ. എപ്പോഴും അച്ഛൻ ഇങ്ങനെ ടൈറ്റ് പാൻറ് ഇട്ടിട്ട് അച്ഛൻ ലൂസ് പാൻറ് ഇടാൻ ഭയങ്കര മടി. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തുള്ളൊരു ഷോപ്പിൽ കയറി. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള കേട്ടോ ഈ ഒരു തരം എന്താ പറയുക എംബ്രോയ്ഡറി വരുന്ന ഷർട്ട്സ് ഞാൻ അന്നാട്ടോ അവിടെ കാണുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ ഈ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നോട് ഇങ്ങനെ പറയും ചെയ്തു, കണ്ണനൊരു ഷർട്ട് എടുത്താൽ നീ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുമെന്നൊക്കെ. ഞാൻ അപ്പോൾ ഓണത്തിന് അച്ചുവിന് മേടിച്ചു കൊടുത്തത് ഈ ഒരു തരം ഷർട്ടാണ് കേട്ടോ, എംബ്രോയ്ഡറി ഉള്ള ഒരു ഷർട്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ ഷർട്ടൊക്കെ വരുന്നത്. അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സിനാണെങ്കിലും കോട്ട് സെറ്റിനാണെങ്കിലും ഒക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാളിൽ നിന്ന് ഇറങ്ങി നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്സും അതുപോലെ തന്നെ തലേ ദിവസം നമ്മൾ ഫ്രൈഡ് റൈസ് കഴിച്ച ക്ലിപ്സൊക്കെ കണ്ണൻ്റെ ഫോണിലായതുകൊണ്ട് തന്നെ അവൻ ഇത് 6 മാസമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നത്. തലേ ദിവസം ഞങ്ങൾ അത്രയും ചുറ്റിക്കറങ്ങി കാണിച്ച് അത്രയും പൈസ കുറവ് ഞങ്ങളുടെ നിന്ന് മേടിച്ച ചേട്ടന് നല്ലൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ചേട്ടന് സ്പെഷ്യൽ താങ്ക്സ് എൻ്റെ വക. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻ്റെ പേയാണ്. അപ്പോൾ അത്രയുള്ള ഗൈസ്, ബൈ.